വെൽക്കം ബാക്ക് ടു ചാനൽ കൃഷ്ണൻ. നമ്മുടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈംബ് നൂബ് ടു പ്രോ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. നമ്മളിതിൽ ഈ ഒരു നൂബ് ക്ലൈംബറിൽ നിന്ന് ഒരു പ്രോ ക്ലൈംബർ ആവണം. നമ്മളൊരു മൗണ്ടൈൻ ക്ലൈംബറാണ്. ഇതിൽ നമ്മുടെ മേളിൽ തന്നെ ക്യാഷ് കാണിക്കുന്നുണ്ട്, നമ്മുടെ നെയിമും കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ജമ്പ് കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, മിക്ക യൂട്യൂബേഴ്സും ഇത് ഇടുന്നുണ്ട്. ജമ്പ് കൊടുത്താൽ നമ്മുടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഏൺ ചെയ്യുന്ന ക്യാഷ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതൊരു പെട്ടി പൊട്ടിച്ചിട്ടുണ്ട്. യു ഫീൽ ടയേർഡ്. നമ്മൾ ഒരു പോർഷൻ ഒന്നും കുടിച്ചിട്ടില്ല, ഡയറക്റ്റ് ഇങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്ക് ജമ്പ് ചെയ്യണം. ജമ്പ് ചെയ്താൽ നമുക്ക് കൂടുതൽ ക്യാഷ് കിട്ടും. നമ്മുടെ മേളിൽ ക്യാഷ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് പിക്കാക്സ് വാങ്ങിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മൾ ക്ലൈംബറാണ്, ഒരു മൗണ്ടൈൻ ക്ലൈംബറാണ്. നമുക്ക് മൗണ്ടൈൻ ക്ലൈംബറിന് ഏറ്റവും അത്യാവശ്യം ഒരു പിക്കാക്സ്, ഹുക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മളൊരു പിക്കാക്സ് വാങ്ങിച്ചിട്ടുണ്ട്, 2 പിക്കാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ 2 കയ്യിലും തോണ്ടി പോകണം. യു ഫീൽ ടയർഡ്. നമ്മൾ വീണ്ടും ജമ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വീണ്ടും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ 100 രൂപ, 100 ക്യാഷ്, 100 റുപ്പീസ് നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ ക്ലൈംബ് ചെയ്തുകൊണ്ടേയിരിക്കണം. യു ഫീൽ ടയർഡ്. നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇന്ന് നമ്മൾക്ക് ഈ ഷോപ്പിൽ പോയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് 100 രൂപ. അത് ലോക്ക്ഡൗൺ, അത് വാങ്ങിക്കാൻ പറ്റില്ല. നമുക്കിനി കുറച്ച് പൈസയും കൂടെ ഉണ്ടാക്കാം. ഞാൻ വിചാരിച്ചത് ഡയറക്റ്റ് വാങ്ങിക്കാൻ പറ്റുമെന്ന്. അത് ഒരു ഫെയർ അല്ല ഗൈസ്. കാരണം നമ്മളത് അൺലോക്ക് ചെയ്യണം, എന്നാലേ പറ്റൂ. അതായത് അതിന് മുമ്പത്തുള്ള പിക്കാക്സ് വാങ്ങിക്കണം, എന്നാലേ പറ്റൂ. അതെനിക്കൊരു ഫെയർ അല്ലാതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു രസമില്ല. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നമ്മുടെ റോഡ് ടു 80 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്ബടിച്ചോ. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് ലെഗൊക്കെ പൊട്ടിക്കാൻ പറ്റും. 50 ക്യാഷിൻ്റെ ഒരു എഗ്ഗുണ്ട്, പിന്നെ 20K ഉണ്ട്, 1 മില്യൺ ഉണ്ട്, പിന്നെ അത്രയൊക്കെയോ ക്യാഷ് ഉണ്ട്. പെറ്റ് അപ്പോൾ ഇതിലൊന്നും കാണിക്കാത്ത എന്താ വെച്ചാൽ നല്ല ഇതുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് പക്ഷെ ഒന്നും കാണിക്കണില്ല. മനസ്സിലായി. ഗ്ലിച്ച് ആൻഡ് ലാഗ് ഗൈസ്. ഉറപ്പ് ഗ്ലിച്ച് ആൻഡ് ലാഗ്. ഭയങ്കര ബഗ്ഗും ഗ്ലിച്ചും ലാഗും എല്ലാം ഉണ്ട് സത്യം പറഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ സെറ്റാവും. നിങ്ങൾ പേടിക്കണ്ട, റെഡിയാവും. റിവാർഡിനായിട്ട് ക്യാഷ് എടുത്തു, പക്ഷെ ഒന്നും അക്കൗണ്ടിലോട്ട് വന്നില്ല. ഫുള്ള് ഗ്ലിച്ചും ബഗും എല്ലാം ഉണ്ട് സത്യം പറഞ്ഞ്. നേരെ കളിക്കാൻ പോലും പറ്റൂല. അതാണ് കാര്യം. യു ഫീൽ ടയർഡ്. കുറച്ചും കൂടെ ഉണ്ട് സ്റ്റാമിന. ബൈ ദ വേ, സ്റ്റാമിന അറിയാത്തവർക്ക് ഏറ്റവും താഴെ കിടക്കുന്ന ജമ്പ് ബട്ടൻ്റെ ഏറ്റവും മേളിലുള്ളതാണ് സ്റ്റാമിന. അത് 0% എന്ന് കാണിച്ചാൽ നമ്മൾ ഭയങ്കര സ്ലോ ആവുന്നതാണ്. നിങ്ങളിപ്പോൾ എത്ര വലിയ പിക്കാക്സ് എടുത്താലും ആ താഴെ കാണുന്ന സ്റ്റാമിന കുറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ഡൗൺ ആവും. നിങ്ങൾക്കറിയായിരിക്കും, എന്നാലും പറയാം. സൈഡിൽ കാണിക്കുന്നതാണ് ഹൈ ലെവൽ. നമ്മൾ എത്ര മേളിലോട്ട് കയറുന്നതെന്ന് ഇതിൽ തന്നെ കാണിക്കും. നമ്മൾ താഴോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നല്ല പൈസയും കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ എഗ്ഗ് പൊട്ടിക്കാം. ഇപ്പം ശരിയായിട്ടുണ്ട്. ഇത് കിട്ടേണ്ട പെർസെൻറ്റേജ് ആണ്. അഡ്വക്കേറ്റ് എല്ലാം കിട്ടണമെങ്കിൽ 1% ഉള്ളൂ. നമുക്ക് എന്താ കിട്ടുന്നത്? ഏറ്റവും നല്ലതാണോ കിട്ടിയേക്കണേ? ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നു കിട്ടിയേക്കണേ. എക്യുപ്പി അഡ്വക്കേറ്റിന് തൊട്ട് മുമ്പേ ഉള്ളതാണെന്ന് തോന്നുന്നു കിട്ടിയേക്കണേ. അല്ലടാ, ഏറ്റവും നൂബ് സാധനത്തിൻ്റെ തൊട്ടപ്പുറത്തിരിക്കണ കിട്ടിയിരിക്കണേ. ഞാൻ വെച്ച് ബട്ടർഫ്ലൈ ആയിരിക്കുമെന്ന്. അല്ലടാ, എന്താ കഷ്ടോടാ. അഡ്വക്കേറ്റ് എല്ലാം കിട്ടണമെങ്കിൽ ഒന്നും പറയില്ലേ. കയറാം. എന്നിട്ടും ഫ്ലോപ്പ്. പൊതുവേ ഇത് കാണിക്കാത്ത 2 കൊമ്പ് അത്ര കാണിക്കുന്നത് വെച്ചാൽ അത് TV ആണ്. ഏറ്റവും നൂബ് സാധനമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാനുള്ള അവസരം. ഇതിലും TV ഇതൊന്നും കാണിക്കാത്ത. സോറി ഗൈസ്, ഗ്ലിച്ച് ആയതുകൊണ്ടാണ് ഇത് കാണാത്തത്. ഞാൻ കാണിക്കാത്തതല്ല, അത് കാണാത്തതാണ്. ഗ്ലിച്ചും ബഗ്ഗൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഗെയിം. കാരണം 42K എന്തോ ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ട്. ഈ ഡിവൈസിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറം ലാഗും ബഗ്ഗെല്ലാം ഇത് തന്നെ ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ്
ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല, കൂടുതൽ വ്യൂസ് ഒന്നും കിട്ടാൻ എനിക്ക് വഴിയില്ല. കാരണം ഞാൻ ഇത് ഇടാൻ കാരണം തന്നെ നമ്മളെപ്പോഴും ബ്രെയിൻ റോട്ടിന് വെച്ചിട്ടുള്ള ഗെയിംസാണ് കൂടുതൽ ഇടാറ്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഇതൊക്കെ ഇടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോ ആണെങ്കിൽ ലൈക്ക്, യെസ് ഗൈസ്, ലൈക്ക്. കുറേ ഓപ്ഷൻസൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, പക്ഷെ അതൊക്കെ എന്തിനൊന്നും പോലും എനിക്ക് അറിഞ്ഞൂടാ. മിക്ക റോബക്സ് കളഞ്ഞിട്ടുള്ള പരിപാടികളാണ് കൂടുതലും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വിള്ളലൊക്കെ കാണുന്നുണ്ട്, അത് എന്തിൻ്റെ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് എങ്ങനത്തെ ആണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ബൈ ചടിക്കോ. ഓക്കെ, പുലിമുരുകൻ റെഡി ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് പോവാം. എനിക്ക് ആ ഇതിൽ ഇഷ്ടപ്പെട്ടത് ഈ താഴോട്ട് വന്ന് വീഴുമ്പോൾ എല്ലാം പൊട്ടി പോകുമല്ലോ, അതാണ് സത്യം. ഡയമണ്ട് പോണ്ട, ഇതെന്താ ബ്രെയിൻ റൂട്ടല്ല, സോറി, ബ്രെയിൻ റോട്ടാ. ഓക്കെ, ഇതിൽ കുറേ സാധനങ്ങൾ ക്ലൈം ചെയ്യാനൊക്കെ ഉണ്ട്, കൂടാതെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ക്ലൈം ചെയ്യാനുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൽ കയറുമ്പോൾ ഡയമണ്ട് വല്ലതും കിട്ടുമെന്നൊക്കെയാണ് തോന്നുന്നത്. ഇല്ലേ, ഒന്നുമില്ലല്ലേ. ഡയമണ്ട് എന്തൊക്കെയോ വരുമെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ജങ്കോ നീ അറിഞ്ഞാൽ പെട്ടു. ഓക്കെ, താട്ട് ജമ്പ് ചെയ്തോ, ഇനി ഒരു ആവശ്യമില്ല, എന്തായാലും കറിയല്ലേ. മേളിലോട്ട് പോയേക്കാം. നമ്മുടെ പ്ലെയിൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറ്റിയ ടൂൾസ് എല്ലാം ഉണ്ടോ? ഇതൊക്കെ റോബക്സ് അല്ല, ഞാൻ ഒരു പേര് റോബക്സിനെ വിളിക്കുന്നത് റോബക്സ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയല്ല, റോബക്സ് കൊടുത്ത് വീണ്ടും റോബക്സ് കൊടുത്ത് വേണം വാങ്ങിക്കാൻ. നമ്മൾ വേറെ 800-ൻ്റെ ഒരു സാമാനം ഉണ്ട് നമ്മുടെ കയ്യിൽ. അടുത്തത് കൂടുതൽ 3K പോയിൻ്റ് എത്ര K ആണ്. ഇവിടെ സ്പിന്നൊന്നുമില്ല, സാധാ ഗെയിമിൽ ഫ്രീ സ്പിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊന്നും ഉണ്ടാവില്ല, എനിക്കിപ്പോൾ തന്നെ മടുത്തു തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. ഇതൊരു എൻ്റർടൈനിങ് അല്ല ഗൈസ് ഈ ഗെയിം. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ അല്ല കളിക്കേണ്ടത്. ഇതിൽ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ച് റോബക്സൊക്കെ കളഞ്ഞ്, അത് അധികം കളയണ്ട, എന്നാലും കളഞ്ഞ് നേരെ ഈ വീഡിയോ ഒന്നും എടുത്തിടാൻ പറ്റിയ അത്രയും നല്ല ഗെയിമൊന്നും അല്ല ഇത്. ഡയറക്റ്റ് ചുമ്മാ ഇരിക്കുമ്പം നല്ല ടൈം ഉണ്ടെങ്കിൽ മാത്രം കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ്. ഗെയിമിലുള്ളൊരു ഇവൻ്റാണ് സത്യം പറഞ്ഞാൽ ഇത്. പിക്കാക്സ് വായി കുരുങ്ങിയിരിക്കണോ ഗൈസ്, ചാടുമ്പോൾ പിക്കാക്സ് വായിൽ വന്ന് പിക്കാക്സ് കടിച്ചു പിടിച്ചുകൊണ്ടാണ് ചാടുന്നത് ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. ഈ ഷോപ്പിൽ പോവാം. ഇവിടെ പൈസ കിട്ടിയിട്ടുണ്ട്, ഏകദേശം ഒരു 3K കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതവിടെ കൊണ്ടുപോകാൻ കുറച്ച് പൈസയും കൂടെ എടുക്കുക, അല്ലെങ്കിൽ വേണ്ട നമുക്ക് എഗ്ഗ് പൊട്ടിക്കണോ, നല്ലതെല്ലാം കിട്ടിയാൽ മതി. ഓക്കെ, ഞാൻ 6 കൊടുത്ത്, അതായത് 3 ഒരുമിച്ച് പൊട്ടിക്കാൻ കൊടുത്ത് റോബക്സ് ആയിരുന്നു. ഓക്കെ, ഇത് അത്യാവശ്യം നല്ലതാണ്. ഡ്രാഗണാണ് കിട്ടിയിരിക്കുന്നത്, അതായത് ടോപ്പ് 3 വരുന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിങ്ക് അങ്ങനെ എന്തൊക്കെയോ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിന് അടുത്തൊന്നും കൂടെ പൊട്ടിച്ചു. എടാ മതി പോ. ആ ഒരു ഇത് കളഞ്ഞു. അഡ്വക്കേറ്റ് എല്ലാം കിട്ടണം, എന്നാലേ നന്നായിരിക്കുള്ളൂ. ഓക്കെ, വെയിറ്റ് എ മിനിറ്റ് ഗൈസ്, നമുക്ക് തറയിൽ കിടക്കുന്ന ഈ ഡയമണ്ടൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, മറ്റുള്ളവരെടുത്താൽ നമുക്കിത് കിട്ടില്ല. അത് നല്ല രസം കേട്ടോ, അത് കൊള്ളാം, അത് നല്ലൊരു ഫീച്ചറാണ്. ആ ഡയമണ്ട് എടുത്താൽ വലിയ ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗെയിം ആദ്യമായിട്ട് കളിച്ച് നോക്കിയതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇതിൽ വലിയ പ്രോ ഒന്നും അല്ല ഗൈസ് ഈ ഒരു ഇവൻറ്റിൽ. ഗൈസ്, നമ്മൾ 1 കിലോമീറ്റർ കഴിഞ്ഞ് പുതിയൊരു സ്പോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴത്തേക്കും തന്നെ തളർന്നു വീണു ഗൈസ്. ചൂടടിച്ചല്ലേ എൻ്റെ അമ്മോ, ഇവിടെ നിന്ന് ഈ താഴെ നിന്ന് ഒടുക്കത്തെ ചൂട്. അപ്പം മലയുടെ മേലിൽ കയറി ഇരുന്ന ഉരുകി വീഴും അവിടെ നിന്ന്. ഞാൻ കുറച്ച് നല്ല ഡ്രാഗൺസിനെയും TVനെയൊക്കെ ക്ലൈം ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്യുപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കിട്ടിയ ടോപ്പ് 3-ലുള്ള ഡ്രാഗൺ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിങ്ക് ഡ്രാഗൺ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. ന്യൂ സ്പോട്ട് പുതിയ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും തളർന്നു. ഈ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാനുള്ളതില്ലെന്ന് തോന്നുന്നു. ആ മെക്കാനിസം കൂടെ വേണമായിരുന്നു. എനിക്ക് ഈ ഗെയിം തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അതായത് ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല. ബ്രെയിൻ റോട്ടിന് വെച്ചിട്ടുള്ളതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇത് കൊള്ളില്ല സത്യം പറഞ്ഞാൽ.
എനിക്കത് ഇഷ്ടപ്പെട്ടില്ലേ. ഓക്കെ എടാ കഴിയാറായി പ്ലീസ്. ഇത് എടാ അപ്പുറത്തേക്ക് തളർന്നടാ. അത് എന്തോന്നായിരുന്നടാ. പക്ഷെ എന്നാലും ഗേസ് അതിനോടെ എന്തുകൊണ്ടുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഗേസ് ബൈ.